അക്ബറിന്റെയും ബിർബലിന്റെയും പല കഥകൾ നമ്മൾ കാതികയിലൂടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാ മറ്റൊരു കഥ കാതികയിലേക്ക് സ്വാഗതം. അക്ബർ മഹാരാജാവിന് കുതിരകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പലതരത്തിലുള്ള കുതിരകൾ രാജകൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. എപ്പോഴും പലതരത്തിലുള്ള കുതിരകൾ മേടിക്കുകയായിരുന്നു അക്ബർ മഹാരാജാവിന്റെ ഒരു ഹോബി. ഒരിക്കൽ കൊട്ടാരത്തിൽ ഒരാൾ 2 കുതിരകളുമായി വന്നു. അയാൾ പറഞ്ഞത് ഇതൊരു പ്രത്യേകതരം കുതിരയാണെന്നാണ്. ഇത് അറേബ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതരം കുതിരയാണെന്നാണ് അയാൾ പറഞ്ഞത്. രാജാവിന് ആ കുതിരകളെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. ഇതുപോലത്തെ ഒത്തിരി കുതിരകൾ എന്റെ കയ്യിലുണ്ട് എന്ന് അയാൾ മഹാരാജാവിനോട് പറഞ്ഞു. അക്ബർ മഹാരാജാവിന് എല്ലാ കുതിരകളെയും വാങ്ങിക്കാൻ ഒരു പൂതി തോന്നി. അയാൾ പറഞ്ഞു, എനിക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ തരികയാണെങ്കിൽ ഞാൻ കുതിരകളുമായി 2 ആഴ്ചക്കകം തിരിച്ചു വരാം. ഒട്ടും മടിക്കാതെ അക്ബർ മഹാരാജാവ് 5000 സ്വർണ്ണ നാണയങ്ങൾ അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അയാൾ നാണയങ്ങളും വാങ്ങി സ്ഥലം വിട്ടു. അങ്ങനെ സമയം പോയി തുടങ്ങി. ആഴ്ച 1 കഴിഞ്ഞു, ആഴ്ച 2 കഴിഞ്ഞു. അയാളുടെ ഒരു വിവരവുമില്ല. അക്ബർ രാജാവിന് ക്ഷമ കെട്ടു. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അക്ബർ രാജാവിന് ദേഷ്യവും വന്നു. എന്താണ് അയാൾ വരാത്തത്? എന്തുകൊണ്ടാണ് കുതിരകളെ കിട്ടാത്തത് എന്ന് ആലോചിച്ച് അക്ബർ രാജാവ് ഉദ്യാനത്തിലൂടെ നടക്കുകയായിരുന്നു. അവിടെ നമ്മുടെ ബിർബൽ ഇരിപ്പുണ്ടായിരുന്നു. ബിർബൽ ഒരു പേപ്പറിൽ എന്തോ എഴുതുകയായിരുന്നു. ഒരു കടലാസിൽ എന്തോ എഴുതുകയായിരുന്നു. അക്ബർ ബിർബലിനോട് ചോദിച്ചു, എന്താ ബിർബൽ എഴുതുന്നത്? ബിർബൽ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ, ഒന്ന് കാണട്ടെ. അക്ബർ മഹാരാജാവ് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഏറ്റവും മുകളിൽ അക്ബർ മഹാരാജാവിന്റെ പേരായിരുന്നു. അത് കണ്ടപ്പോൾ അക്ബർ മഹാരാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ബിർബലിനോട് പറഞ്ഞു, എന്താണ് ബിർബൽ, ഞാനാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ? ബിർബൽ മഹാരാജാവിനോട് പറഞ്ഞു, ഒരാൾ കുതിരയെ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് 5000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് അയാളെ പറഞ്ഞു വിടുകയും അയാളുടെ പേരും മേലുവിലാസം പോലും ഇല്ലാതെ കാത്തിരിക്കുകയും ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ മണ്ടൻ? ഹഹ, ഞാനാണോ മണ്ടൻ? അയാൾ തിരിച്ചു വന്നാലോ? ബിർബൽ എന്തു പറയും? ഞാനാണോ മണ്ടൻ? അയാൾ തിരിച്ചു വരികയാണെങ്കിൽ അക്ബർ മഹാരാജാവിന്റെ പേര് വെട്ടി ഞാൻ അയാളുടെ പേരെഴുതും. അയാളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടൻ. അക്ബർ മഹാരാജാവിന് കാര്യം പിടികിട്ടി. അന്ന് മുതൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ് ബിർബലുമായി ആലോചിച്ചിട്ടാണ് അക്ബർ മഹാരാജാവ് ഒരു തീരുമാനമെടുത്തിരുന്നത്. കൂട്ടുകാർക്ക് അക്ബറിന്റെയും ബിർബലിന്റെയും കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാതിക വീണ്ടും അക്ബർ ബിർബൽ കഥകളുമായി വരും. അതുവരെ നന്ദി, നമസ്കാരം.